ഹായ് ഡിയർ അനിയറോ, നിങ്ങൾക്ക് എല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അന്നാസ് കഫേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് അളവിന് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചുവന്ന അരിയാണ്. അപ്പം ഇങ്ങനത്തെ അരി എടുക്കുമ്പോൾ തവിടരിയാണ്. അപ്പം തവിട് ചേർന്ന അരി കഴിക്കുമ്പോഴത്തേക്ക് അത് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അടുത്തെടുത്തേക്കുന്നത് പയറാണ്. പയറും അതുപോലെ തന്നെ 1 കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തെടുത്തേക്കുന്നത് ഉലുവയാണ്. ഉലുവ 1 സ്പൂൺ അളവിനാണ് ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ്, പക്ഷേ ചിലപ്പം കയ്പ്പ് ആയിരിക്കും. പക്ഷേ ഹെൽത്തിയാണ് ഉലുവ കൂടുതൽ കഴിക്കുന്നത്. അടുത്തെടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് മുളകുമാണ് എടുത്തേക്കുന്നത്. ഒരു 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനോടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് കഞ്ഞിയിൽ ഇടുന്നത്. അപ്പോൾ മുറിച്ചിടുവാണെങ്കിൽ കഞ്ഞിക്ക് ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കഞ്ഞി വെക്കാനായിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഈ അരി ഇട്ട് കൊടുക്കുവാണ്. അടുത്ത പയറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കേട്ടോ. പക്ഷെ ഉലുവ കയ്പ്പാണെങ്കിലും ഹെൽത്തിയാണ്. അടുത്തിട്ട് കൊടുക്കുന്നത് മുളകും ഉള്ളിയുമാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ കഴുകി വെച്ചിരുന്നതാണ്. അപ്പം ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ കുതിരാനൊന്നും വച്ചിരുന്നില്ല. അതുകൊണ്ട് ഒരു 5 ഫിസിലെങ്കിലും കേൾക്കേണ്ടി വരും ഇതിൽ. പക്ഷേ നല്ല കുതിർക്കാനൊക്കെ വെച്ചിരുന്നാൽ ഒരു 2 വിസിലൊക്കെ മതിയാകും നമുക്ക്. അപ്പോൾ നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം. കുറച്ച് ഇതിനാവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 2 കപ്പ് അളവിനാണ് വെള്ളം ഒഴിക്കുന്നത്. ഇതുപോലെ ഒരു വലിയ കപ്പിന് 2 കപ്പ് അളവ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. നമുക്കിത് വെന്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കഞ്ഞി വെന്തോ നോക്കാം. എൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് 5 വിസിൽ കഴിച്ചപ്പോൾ തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിന് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമുക്കിപ്പോൾ നല്ല കുറുകിയ കഞ്ഞിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തിക്നെസ്സോടെ കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളത്, ഒരുപാട് വെള്ളം വെച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 മുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പക്ഷേ അതും കൂടെ ചേർക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ അതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സമാസമമാണ് അരിയും പയറും ഒക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് പയറൊക്കെ കഴിക്കുന്നത്. പിന്നെ ഉലുവയും അതുപോലെ തന്നെയാണ്. ഈ കർക്കിടക മാസത്തിലൊക്കെ ഒത്തിരി ഉലുവ ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുള്ളത് ചുട്ടരച്ച ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് എന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ചൂടോടെ തന്നെ ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.